വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് ക്രീം പഫ്സ് അല്ലെങ്കിൽ പ്രൊഫറ്റി റോൾസ് ഉണ്ടാക്കാം. ആദ്യം ഷൂ പേസ്ട്രി ഉണ്ടാക്കി ബേക്ക് ചെയ്തതിനു ശേഷം ഡിപ്ലോമാറ്റ് ക്രീം ഉണ്ടാക്കി ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഷൂ പേസ്ട്രി ഉണ്ടാക്കാനുള്ള അഡീഷണൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുണ്ടാക്കുന്ന വീഡിയോ കാണാം. ക്രീം പഫ്സിനുള്ള ഷൂ പേസ്ട്രി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദ അരിച്ചത്, മുട്ട, ബട്ടർ, പാല്, വെള്ളം, ഉപ്പ്, പഞ്ചസാര, നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത്, വാനില എസൻസ്. ഡിപ്ലോമാറ്റ് ക്രീം ഫില്ലിംഗ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മുട്ടയുടെ മഞ്ഞ, ഗ്രാനുലേറ്റഡ് ഷുഗർ, പാല്, കസ്റ്റർഡ് പൗഡർ, വാനില എസൻസ്, വിപ്പിംഗ് ക്രീം, ഐസിംഗ് ഷുഗർ, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഗാർണിഷിനായിട്ട്. ആദ്യം നമുക്ക് ഡിപ്ലോമാറ്റ് ക്രീമിനുള്ള കസ്റ്റർഡ് ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കസ്റ്റർഡ് പൗഡറും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 മുട്ടയുടെ മഞ്ഞയും എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഏകദേശം 100 ml പാലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് ഏകദേശം ഒരു കുഞ്ഞു തവി വെള്ളം ഒഴിക്കാം. ഇത് പാൽ അടിയിൽ പിടിക്കാതിരിക്കാനാണ്. ഇനി ഇതിലേക്ക് ബാക്കി പാൽ ഒഴിക്കാം. ഇനി 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇനി പാല് തിളയ്ക്കുന്ന സമയത്ത് ഈ യോക്കിന്റെ മിക്സ്ചർ നന്നായി ഇളക്കി കൊടുക്കണേ. പാല് തിളച്ചു. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. പാല് ചെറുതായി ചൂടാറി കഴിയുമ്പോൾ ഒരു തവി പാല് ഈ മിക്സ്ചറിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഒരുപാട് ചൂട് പാലൊഴിച്ചാൽ ഇതിലെ മുട്ട അങ്ങ് വെന്ത് വല്ലാണ്ടായി പോവും. ഇനി ബാക്കി പാലും ഇതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സ്ചർ അരിച്ച് സോസ് പാനിലേക്ക് ഒഴിക്കാം. ഇതിൽ പാടയൊക്കെ ഉണ്ടാവും, അത് കളയാനാട്ടോ അരിക്കുന്നത്. ഇനി ഇത് തിരിച്ചടുപ്പത്ത് വെച്ച് കട്ടിയാവുന്നിടം വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കാം. കണ്ടോ, ഇത് നല്ല തിക്കായി വരുന്നുണ്ട്. ഇതിങ്ങനെ 1 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. നമ്മുടെ കസ്റ്റർഡ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇതിനി അടുപ്പത്തുനിന്ന് മാറ്റാം. കസ്റ്റർഡ് ഇപ്പോൾ സ്വല്പം മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്യാം. ഇതിൽ പാടയൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്യുന്നത്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ 30 മിനിറ്റ് ഫ്രീസറിൽ നന്നായി തണുക്കുന്നിടം വരെ വെക്കാം. ഈ കസ്റ്റർഡ് മിക്സ്ചർ തണുക്കുന്ന സമയത്ത് നമുക്ക് ഷൂ പേസ്ട്രി ഉണ്ടാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും 60 ഗ്രാം ബട്ടറും 1 നുള്ളുപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതും ഇടാം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനി മിക്സ് ചെയ്യാം. പാലിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിനി അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ചൂട് പാലിലേക്ക് അരിച്ചു വെച്ച മൈദ ഇട്ട് തടിത്തവി കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം.
ഇനി ഇത് തിരിച്ചടുപ്പത്ത് വെച്ച് 2 മിനിറ്റ് നന്നായി ഇളക്കി വേവിക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ഹാൻഡ് മിക്സർ കൊണ്ട് ബീറ്റ് ചെയ്ത് ചൂടാറിക്കാം. ഇത് ഒരുപാട് അങ്ങ് തണുത്ത് പോരുത്, ചെറു ചൂട് ഇതിന് വേണം. ഇതിപ്പോ ചെറുതായി ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട കുറേശ്ശെ ഒഴിച്ച് ബീറ്റ് ചെയ്യാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇതുപോലെ നല്ല തിക്ക്, സ്മൂത്ത് ആൻഡ് സ്റ്റിക്കി ആയിരിക്കണേ. ഈ മാവ് നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് നോസിൽ വെച്ച് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് വെക്കുവാണെങ്കിൽ ബാറ്റർ ഇടാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിൻ്റെ 4 സൈഡിലും സ്വല്പം ബാറ്റർ വെച്ച് പാർച്ച്മെന്റ് പേപ്പർ വെക്കാം. ഈ സമയത്ത് ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. ഇനി ഇതിലേക്ക് മാവ് പൈപ്പ് ചെയ്യാം. പൈപ്പിംഗ് ബാഗ് സ്ട്രെയിറ്റ് പിടിച്ച് പൈപ്പ് ചെയ്തതിന് ശേഷം പ്രഷർ റിലീസ് ചെയ്ത് മേളിലേക്ക് പുള്ള് ചെയ്യണം. അല്ലാതെ പൈപ്പിംഗ് ബാഗ് റൊട്ടേറ്റ് ചെയ്യല്ലേ. ഇനി കയ്യിൽ വെള്ളം നനച്ച് ഈ പോയിന്റഡ് ആയിട്ട് നിൽക്കുന്ന ബാറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യാം. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. മിനിറ്റ് കഴിഞ്ഞു. ഇനി ടെമ്പറേച്ചർ 150 ഡിഗ്രി സെൽഷ്യസ് ആക്കി 20 മിനിറ്റും കൂടി ബേക്ക് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ് ഓവൻ ഓഫ് ആയി കഴിയുമ്പോൾ പഫ്സ് ഉടനെ പുറത്തെടുക്കല്ലേ, 5 മിനിറ്റ് കഴിഞ്ഞേ എടുക്കാവുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഈ പഫ്സ് പുറത്തെടുത്ത് ഓവൻ്റെ അടുത്ത് തന്നെ വെക്കാം. ഇനി ഓരോ പഫ്സ് എടുത്ത് ഇതുപോലെ ഹോൾ ഇടാം. ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റീം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിടാം. എന്നിട്ടിത് ഓവനിൽ പിന്നെയും 2 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓവൻ ഓഫ് ആയതിനു ശേഷം ഇത് 5 മിനിറ്റ് ആ ചൂടിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി ഓവനിൽ നിന്ന് എടുത്ത് ആറാൻ വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം.
അതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് ബീറ്റ് ചെയ്യാം. ഇനി 2 ടീസ്പൂൺ ഐസിംഗ് ഷുഗർ ഇട്ട് തിക്ക് ആവുന്നിടം വരെ ഇത് നന്നായി ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച കസ്റ്റർഡ് ക്രീം നന്നായി തണുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്ലിംഗ് ഫിൽം മാറ്റി ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്ഡ് ക്രീം പകുതിയോളം ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ബാക്കി വിപ്ഡ് ക്രീം കൂടി ഇട്ട് ഒരു സ്പാറ്റുല കൊണ്ട് മിക്സ് ചെയ്യാം. ഈ ക്രീമിൽ ലംസ് കളയാനായിട്ട് ഹാൻഡ് മിക്സർ കൊണ്ട് 1 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്യാം. നമ്മുടെ ഡിപ്ലോമാറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഒരു പോയിന്റഡ് നോസൽ വെച്ച് ഈ ക്രീം ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ ബേക്ക് ചെയ്ത പഫ്സ് എടുത്ത് അതിൽ ഇതുപോലെ ക്രീം ഫില്ല് ചെയ്യാം. ഇനി ക്രീം ഫില്ല് ചെയ്ത് വെച്ച് എല്ലാ പഫ്സും മെൽറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമ്മളുടെ സെക്കൻഡ് ബാച്ച് പഫ്സ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ക്രീം ഫില്ല് ചെയ്യാം. കണ്ടോ, ഇത് കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളെല്ലാം ഇതുപോലെ ഹോളുമാണ്. അതിലാണ് ക്രീം ഫില്ല് ആവുന്നത്. ഇനി ഇതിൽ ക്രീം ഫില്ല് ചെയ്യാൻ ഇതുപോലെ ഒരു നോസലാണ് വേണ്ടത്. ക്രീം പൈപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച പാർട്ട് എടുത്ത് ക്രീമിൻ്റെ മേളിൽ വെക്കാം. ഇതുപോലെ ബാക്കിയും റെഡിയാക്കാം. ഇനി ഇതിൻ്റെ മേളിൽ മെൽറ്റഡ് ചോക്ലേറ്റ് ഒരു സ്പൂൺ കൊണ്ട് സ്പ്രെഡ് ചെയ്യാം. നമ്മുടെ ക്രീം പഫ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്